അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചെയ്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്ലീശയായിപ്പോ. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരെ മറ്റൊരു വിവാദ വിഷയം ഉണ്ടായി വന്നിട്ടുണ്ട്, അത് ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ട്രംപിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അമേരിക്കൻ അറ്റോർണി അവിടെ രാജിവെച്ചിരിക്കുന്നു. ദിവസങ്ങളായി അദ്ദേഹം രാജിവെച്ചിട്ട്, ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചതാണ്. പക്ഷെ അത് വലിയൊരു വിവാദത്തിന്, ട്രംപിനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിനൊക്കെ തിരികൊളുത്തി വിട്ടിട്ടുണ്ട് ആ സംഭവം എന്നുള്ളതാണ്. എന്തിനാണ് ഒരു അറ്റോർണി ട്രംപിനെ ഭയന്നാണോ രാജിവെച്ചത് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ട്രംപിനെ ഭയന്നിട്ടല്ല രാജിവെച്ചത്, മറിച്ച് ട്രംപിന്റെ സമ്മർദ്ദം സഹിക്കവയ്യാതെ, ട്രംപിന്റെ ചെയ്തികൾ, അതായത് ദുഷ്ചെയ്തികളൊന്നും സഹിക്കവയ്യാതെയാണ് രാജിവെച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് വാർത്ത. അവിടെ തന്നെയാണ് ഈ ഒരു സംഭവം വളരെയധികം വിവാദമാവുന്നത്. ട്രംപ് എത്രത്തോളം ഈ ഭരണകൂടത്തെയും നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഈ അറ്റോർണിയുടെ രാജി എന്ന് പറയുന്നത്. അമേരിക്കൻ അറ്റോർണി ആയിട്ടുള്ള എറിക് സീബർട്ട് ആണ് രാജിവെച്ചിരിക്കുന്നത്, ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് തന്നെ. ഈ സംഭവം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ ഇനി എങ്ങോട്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു വിഷയം കൂടിയാണ്. ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇത്തരത്തിലുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തിവിടുന്നത് എന്നുള്ളതാണ്. ഇനി എന്തിനാണ് എറിക് സീബർട്ട് രാജിവെച്ചത്? അങ്ങനെ ഒരു അറ്റോർണിയൊക്കെ അങ്ങനെ അങ്ങ് പോയി രാജിവെക്കുമോ? അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പാടില്ലേ? അയാൾ ഒരു അറ്റോർണി അല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരാം. ഈ ട്രംപിന്റെ ബിസിനസ് തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ഉണ്ട്. അവരുടെ പേര് ലെറ്റീഷ്യ ജെയിംസ് എന്നാണ്. ഈ ലെറ്റീഷ്യ ജെയിംസിനെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ ട്രംപ് ഈ അമേരിക്കൻ അറ്റോർണി ആയിട്ടുള്ള എറിക് സീബർട്ടിനോട് ആവശ്യപ്പെട്ടു, നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു. അവർക്കെതിരെ തെളിവുകളൊന്നുമില്ല, പക്ഷേ തനിക്ക് വിഘാതമായി വന്ന ജനറൽ അറ്റോർണിയാണ്, അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത്രമേൽ സമ്മർദ്ദം ചെലുത്തി. ജെയിംസ്, ഈ പറയുന്ന ലെറ്റീഷ്യ ജെയിംസ്, അവരുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ട് ഒരു ലോൺ എടുത്തപ്പോൾ മോർട്ട്ഗേജ് തട്ടിപ്പ് നടത്തിയെന്ന് ചില രാഷ്ട്രീയ എതിരാളികളൊക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന സീബർട്ടിന്റെ ഓഫീസ് ജെയിംസിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനായിട്ട് ആവശ്യമായ തെളിവുകൾ ലഭ്യമല്ല എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ കണ്ടെത്തൽ അങ്ങ് ട്രംപിന് അത്ര രസിച്ചില്ല. അതെങ്ങനെ ശരിയാവും? തനിക്കെതിരെ വരുന്നവർക്കെതിരെ എല്ലാം നിയമ നടപടിയെടുത്ത് അവരെ പൂട്ടിക്കെട്ടണ്ടേ? ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ പിണറായിയുടെ സ്റ്റൈലാണ്, പിണറായിയുടെ സ്റ്റൈൽ. കാരണം പിണറായിക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അത്തരത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിന് മൈക്കിനും ആംപ്ലിഫയറിനും എതിരെ വരെ കേസെടുക്കുന്ന സർക്കാരാണിത്. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്തെല്ലാം കാണിച്ചു കൂട്ടും, അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വിഷയം. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ഈ വിഷയം ട്രംപിനെ അങ്ങ് ചൂടിപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ തത്വം അനുസരിച്ച് പ്രോസിക്യൂട്ടർമാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ സ്വീകരിക്കപ്പെടുന്നത്, വിധിയിലേക്ക് വരുന്നതല്ല. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ്. പക്ഷേ തൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ. ആ നഷ്ടപ്പെട്ടത് ട്രംപിന് അത്ര രസിച്ചില്ല. അതോടുകൂടി ട്രംപ് പറഞ്ഞു, അയാളെ എനിക്ക് പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ പറയുന്നത് പോലെ, കടക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ, അയാളെ എനിക്ക് പുറത്താക്കണം. അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതിയിലുമൊക്കെ ഉണ്ടല്ലോ, അതൊരു സംസ്ഥാനത്തിൻ്റെതാണ്, ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് തനിക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്ത, അതും തെളിവുകളൊന്നുമില്ലാത്ത ഒരു കാര്യത്തിന് അയാൾ തനിക്കൊപ്പം നിൽക്കാത്തത് കൊണ്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള അമേരിക്കൻ അറ്റോർണിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, സീബർട്ട് സ്ഥാനം ഒഴിയുകയും ചെയ്തു. പിന്നീട് സീബർട്ട് രാജിവെച്ചതല്ല, താൻ പുറത്താക്കിയതാണെന്ന് ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ട്രൂത്ത് പോസ്റ്റ്, അതിലൂടെ അവകാശപ്പെട്ടു. ഈ അവകാശവാദമാണ് ഇപ്പോൾ ട്രംപിന്
വളരെ എന്താ പറയുക, ട്രംപിന് വളരെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്, ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ പറഞ്ഞു ഞാൻ സ്വയമേവ രാജിവെച്ചതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ട്രംപിന് തൻ്റെ ഒരു അഹങ്കാരമുണ്ടല്ലോ, അതായത് തലയ്ക്ക് വെളിവില്ലാത്തവന്റെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് ട്രംപ് അങ്ങ് പറഞ്ഞു ഞാൻ പുറത്താക്കിയതാണ്. അത് എന്തോ വലിയ കാര്യം പോലെയാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി വിചാരിച്ച കാര്യമല്ല സംഭവിച്ചത്. എല്ലാ കാര്യങ്ങളും നേരെ തിരിഞ്ഞു വന്നു എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ നിയമവാഴ്ചയോടുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുന്ന സംഭവമുണ്ട്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തെളിവുകളുടെ അഭാവം കാരണം കേസ് വേണ്ട എന്ന് വെച്ചതുകൊണ്ട് എറിക് സീബർട്ട് ഒരു നീതിമാനായ ഉദ്യോഗസ്ഥന്റെ നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് അമേരിക്കൻ ജനതയുടെ മനസ്സിലാകമാനം വന്നു കഴിഞ്ഞു. അവരുടെ മനസ്സിൽ അത് സ്ഥാപിതമായി കഴിഞ്ഞു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഒന്നും വഴങ്ങാതെ നിയമവാഴ്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയാണ് എന്നുള്ളത് ഈ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ജനപ്രീതി കൂടും എന്നുള്ളതാണ്. മറ്റൊന്ന് ട്രംപിൻ്റെ ഇടപെടലുകളാണ്. മുമ്പും ട്രംപ് ഇത്തരത്തിൽ നീതിന്യായ വകുപ്പിലും രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തിയതായിട്ടുള്ള പല കാര്യങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംഭവം അതിൻ്റെ തുടർച്ചയാണെന്ന് മാത്രമേ അപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ US ജനം അവർ വിചാരിക്കുന്നത് എന്താണ്, ഇതിനു മുമ്പും ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ മനുഷ്യന് നേരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആരോപണമായിരുന്നു. പക്ഷേ ഇന്ന് ഇദ്ദേഹം സ്വയം പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആ അറ്റോർണിയെ പുറത്താക്കിയതാണ് എന്നുള്ളത്. അപ്പോൾ ട്രംപ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഈ കൊള്ളരുതായ്മകളെല്ലാം ശരിയായിരുന്നു, അത് വെറും ആരോപണമല്ലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളിലെല്ലാം സത്യമുണ്ട് എന്നുള്ളത് കൂടി തെളിയിക്കപ്പെട്ട ഒരവസ്ഥയുണ്ടായി. ഒരു പ്രസിഡന്റ് നിയമനിർവഹണ സ്ഥാപനങ്ങളെ ആകെയും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള പകപോക്കലിന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല ഈ അമേരിക്കൻ ജനതയ്ക്കൊരു പ്രശ്നമുണ്ട്. ഈ ലെവൻസ്കിയുടെയൊക്കെ കാര്യം വന്ന സമയത്ത് അദ്ദേഹം ലെവൻസ്കിയോട് അടുപ്പം വെച്ചതിനല്ല അമേരിക്കൻ ജനത അദ്ദേഹത്തെ താഴെ ഇറക്കിയത്. തിരിച്ചെന്തായിരുന്നു, അദ്ദേഹം പാർലമെന്റിനുള്ളിൽ പറഞ്ഞു, അവരുടെ ആ ഇതിനുള്ളിൽ പറഞ്ഞു, അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ശരിയല്ല, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അതായത് തെറ്റ് ചെയ്തത് നിഷേധിച്ചു എന്നുള്ളതാണ് അമേരിക്കൻ ജനതയെ അന്നത്തെ പ്രസിഡന്റിനെ താഴെ ഇറക്കാനുള്ള വഴിയായി തുറന്നു വെക്കപ്പെട്ടത്. അദ്ദേഹം ആ ലെവൻസ്കിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ അല്ല അവർ കാര്യമാക്കിയത്. അത് അവർക്ക് അവിടെ വളരെ ലിബറലാണ്. അവർക്ക് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വലിയ ഒളിയുടെയും മറയുടെയും ഒന്നും ആവശ്യമില്ല. പക്ഷേ ചെയ്തത് മനഃപൂർവമായിട്ട് മറച്ചു വെച്ചു എന്നുള്ളത് ഒരിക്കലും അമേരിക്കൻ ജനത പൊറുക്കില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ ട്രംപ് ചെയ്തുകൊണ്ടിരുന്ന, ട്രംപിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് വെക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സാഹചര്യം, ഈ ഒരു സംഭവം ട്രംപിനെ കൊണ്ടെത്തിച്ചു. ആ ട്രംപിൻ്റെ എന്താ പറയുക, വിവേചന ബുദ്ധിയില്ലാത്ത പെരുമാറ്റം തന്നെയാണ് ഇതിലേക്ക് കൊണ്ടെന്ന് ട്രംപിനെ എത്തിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വെർജീനിയയിലെ സെനറ്റർമാരായിട്ടുള്ള മാർക്ക് വാർണറും ടിം കെയ്നും സീബർട്ടിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എറിക് സീബർട്ട് ഒരു നീതിമാനായ പ്രോസിക്യൂട്ടറാണ്. വസ്തുതകൾക്ക് പിന്തുണയില്ലാത്തത് കൊണ്ട് ട്രംപിന്റെ ശത്രുക്കൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താൻ അദ്ദേഹം വിസമ്മതിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ട്രംപ് തന്നെയാണ് ഈ എറിക് സീബർട്ടിനെ ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഇവർ ഇതാക്കുന്നുണ്ട്. ഈ സംഭവം ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണാൻ പറ്റില്ല. അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗം ആയിട്ടാണ് ഇതിനെ പല വിദഗ്ധരുമൊക്കെ വിലയിരുത്തുന്നത്. എന്തായാലും നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജന വിശ്വാസം ഇല്ലാതെയാക്കാൻ ഇതിലൂടെ ട്രംപിന് കഴിഞ്ഞു. അതായത് ട്രംപ് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും, ട്രംപ് ഇരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ചും അങ്ങനെ പറയേണ്ടി വരും, പ്രത്യേകിച്ചും ജനത്തിന് ഒരു നീതി അവിടെ നിന്ന് കിട്ടില്ല. ട്രംപിന് അനുകൂലമായിട്ടുള്ള രീതിയിലല്ലാതെ, ട്രംപിനെ പിന്തുണയ്ക്കുന്നവർക്കല്ലാതെ നീതി കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ തെളിയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും
ട്രംപിന്റെ കയ്യിലിരിപ്പ് കാരണം അവിടുത്തെ ഒരു അറ്റോർണി കൂടി രാജിവെച്ചിരിക്കുന്നു. അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്, വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ട്. അമേരിക്കയിൽ ഇനി എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് തുടർന്ന് നോക്കി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.